നമസ്തേ. സമകാലീന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമ അന്തരീക്ഷത്തിൽ കത്തി നിൽക്കുന്നത് നടി ആക്രമിച്ച കേസ് തന്നെയാണ്. ഒരു കേസ് ഒരു ന്യായാധിപന്റെ കോടതിയുടെ മുൻപാകെ വരുമ്പോൾ പരമപ്രധാനമായി അവിടെ ഉണ്ടാകേണ്ട ഒരു സവിശേഷത, ആ ന്യായാധിപൻ പക്ഷരഹിതനായിരിക്കണം, നിഷ്പക്ഷനായിരിക്കണം എന്നതാണ്. ഏതെങ്കിലും രീതിയിൽ പക്ഷപാതിത്വം തോന്നിയാൽ സാധാരണഗതിയിൽ ന്യായാധിപന്മാർ ഉടനെ തന്നെ അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ബെഞ്ച് മാറാറുണ്ട്. ന്യായാധിപന്റെ കാര്യത്തില് അപ്രകാരം ബെഞ്ച് മാറേണ്ടതായ ഒരവസ്ഥ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന വിഷയമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. പക്ഷെ തത്തുല്യമായ മനോഭാവം തന്നെ ഈ കേസിനെ വിലയിരുത്തുന്നവരും കാണിക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ പറ്റൂ. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, നമ്മുടെ എല്ലാ വീട്ടിലുള്ള പെൺകുട്ടികളുടെ പ്രതീകമായ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ഒരു വണ്ടിക്കകത്ത്. ഇത് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ അതിജീവിതകൾ എന്ന് വിളിക്കുന്നു. നമ്മൾ സമൂഹ മനസാക്ഷി ഏതവസ്ഥയിലായാലും ആ അതിജീവിതയോടൊപ്പം ആയിരിക്കണം. അതിജീവിതയോടൊപ്പം അല്ല ഒരു വ്യക്തിയെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പൊതുവായ ഒരു ധാരണ ഉണ്ടാക്കാം, ആ വ്യക്തി കുറ്റം ചെയ്തവനോടൊപ്പമാണ്, ആ കുറ്റത്തിൽ അയാൾക്കും മാനസികമായോ ധാർമ്മികമായോ പങ്കുണ്ട് എന്ന്. അതിജീവിതയ്ക്കെതിരായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ നേർക്കും അയാൾ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ മറുഭാഗത്ത് കുറ്റ ആരോപിതരാണ് വരുന്നത്. ഗവൺമെന്റ് എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഗവൺമെന്റ് അതിജീവിതയോടൊപ്പമാണെന്ന് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എപ്പോഴും ഗവൺമെന്റ് ഗവൺമെന്റ് അതിജീവിതമാരോടോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് വിധേയരായവരോടോ ഒപ്പമായിരിക്കുമോ? അതാണോ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നത്? ഒരു വശത്ത് കുറ്റാരോപിതർ, മറുവശത്ത് കുറ്റത്തിന് വിധേയമായ അതിജീവിതയെ പോലെയോ പീഡിപ്പിക്കപ്പെടുകയോ മോഷണത്തിന് വിധേയമാവുകയോ കൊലപാതകത്തിന് വിധേയമായ വ്യക്തികളുടെ ബന്ധുക്കളോ ആയിട്ടുള്ള ആൾക്കാരാണ് മറുവശത്ത്. അതായത് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരൊക്കെ പ്രോസിക്യൂഷൻ സാക്ഷികളാണ്, കുറ്റത്തിന് വിധേയവരായവർ, കൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്നവർ. ഗവൺമെന്റ് ആരുടെ ഭാഗത്തായിരിക്കും? ജുഡീഷ്യറിയുടെ വീക്ഷണത്തിൽ ഗവൺമെന്റ് നിഷ്പക്ഷമായിരിക്കും. അതുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ വിഭാഗം സാക്ഷിയോടൊപ്പം നിൽക്കുന്ന അതേ സമയം തന്നെ കുറ്റാരോപിതർക്ക് വക്കീലിനെ വെക്കാൻ സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ സർക്കാർ സൗജന്യ വക്കീലിനെ കൊടുത്ത് സഹായിക്കുന്നത്. കാരണം അവിടെയും ഇവിടെയും ഉള്ളവർ ഇന്ത്യൻ പൗരരാണ്. അപ്പം ജഡ്ജി വിധി പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യം ശരിയായി കണ്ടെത്തുന്നതിനും ശരിയായ ശിക്ഷ വിധിക്കുന്നതിനും നിഷ്പക്ഷമായ ഒരു മനസ്സ് കൂടിയേ തീരൂ. ആ നിഷ്പക്ഷമായ മനസ്സോടുകൂടിയല്ല കേസുകളെ സമീപിക്കുന്നതെങ്കിൽ ചിന്തകൾ പക്ഷപാതപരമായി പോകുകയും ഒരുപക്ഷെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയമായവർക്ക് നീതി കിട്ടാതെ വരികയോ കുറ്റാരോപിതർ നിരപരാധികളാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന പ്രതിഭാസങ്ങൾ സംഭവിക്കാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ കേസ് വിചാരണ ചെയ്ത് വിധി പറയുന്ന രീതി കണ്ടാൽ അവര് രണ്ട് പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു. കുറ്റാരോപിതന്റെ പക്ഷത്ത് എന്നുള്ളതല്ല, കുറ്റാരോപിതരിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പക്ഷത്ത് നിന്ന് വാദിക്കുന്നു. അയാളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ അവർ അവകാശപ്പെടുന്ന ഒന്നുണ്ട്, ഞങ്ങൾ അതിജീവിതയോടൊപ്പം ആയതുകൊണ്ടാണ് ദിലീപിനെ ശിക്ഷിക്കണം എന്ന് മുറവിളി കൂട്ടുന്നതെന്ന്. ആ ഒരു വാദം ശരിയല്ല. ഇപ്പം അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ പ്രതികളായിട്ടുള്ള മുഴുവൻ പേരെയും എതിർക്കുന്നവരാകണം, വാക്കുകൊണ്ടായാലും മനസ്സുകൊണ്ടായാലും. പൾസർ സുനി മുതൽ 1-ാം പ്രതി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രതികളെയും അവരെ എതിർക്കണം. അതിൽ ഒരു പ്രതി മാത്രമാണ് ദിലീപ്. ആ ദിലീപിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് മൂലം
അതിജീവിതയ്ക്ക് കിട്ടേണ്ട നീതിയാണ് നിഷേധിക്കപ്പെടുന്നത്. കാരണം ദിലീപ് എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കും, അയാളുടെ പണവും സ്വാധീനവും ഒക്കെ അയാളെടുത്ത് ഉപയോഗിക്കും. പക്ഷെ എന്നാലും അയാൾ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് അയാളെ ശിക്ഷിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം പ്രോസിക്യൂഷനാണ്. പക്ഷെ ഈ കേസ് വിചാരണയ്ക്കെടുത്തപ്പോൾ, ഈ കേസ് അന്വേഷിച്ചപ്പോൾ, തെളിവുകൾ കണ്ടെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിലെ വക്താക്കളെ പോലെ ദിലീപിനെ ശിക്ഷിക്കണം എന്നൊരു ചിന്താഗതി പ്രോസിക്യൂഷന് വന്നോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചന കേസ്, അതിന്റെ യഥാർത്ഥ സൂത്രധാരൻ ആരാണ്? ശരിക്കും ചിലപ്പോൾ ദിലീപ് തന്നെ ആയിരിക്കാം. ഇപ്പോഴത്തെ കോടതി വിധി പ്രകാരം ദിലീപ് അല്ല സൂത്രധാരൻ, ദിലീപ് അല്ല കുറ്റവാളി. പക്ഷെ അത് കോടതിക്ക് തെറ്റ് സംഭവിച്ചതാകാം, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാകാം. നമ്മളിപ്പോ കണക്കാക്കുന്നത് കോടതിക്ക് തെറ്റ് സംഭവിച്ചു എന്നല്ല, ദിലീപിന്റെ റോള് പ്രോസിക്യൂഷന് ശരിയായ വിധത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ്. അത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത് ദിലീപിനെ ശിക്ഷിപ്പിക്കണം എന്ന ചിന്താഗതിയോടെ ഈ കേസിനെ കൈകാര്യം ചെയ്തത് കൊണ്ടാണ്. ദിലീപിനെ വെറുമൊരു ഗോപാലകൃഷ്ണനായിട്ട് മാത്രം കണക്കാക്കുക, കുറ്റാരോപിതനായ ഒരു വ്യക്തി. മറ്റു പ്രതികളെ ശിക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ഗോപാലകൃഷ്ണനെയും ശിക്ഷിക്കണം എന്നുള്ള നിഷ്പക്ഷ ചിന്താഗതിയില് കേസ് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ നടിയെ ആക്രമിച്ച കുറ്റകൃത്യത്തിന്റെ സൂത്രധാരിത്വം വഹിച്ച ആളിന്റെ റോള്, ഗൂഢാലോചനയിൽ അയാളുടെ പങ്ക്, ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന തെളിവ്, ഇതെല്ലാം സമർത്ഥമായി ശേഖരിച്ചുകൊണ്ട് നീതിപീഠത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം ഗൂഢാലോചന ആര് നടത്തിയെന്നാണ്. ഇപ്പൊ ഈ കൃത്യം ചെയ്തവര് രണ്ട് മനോഭാവത്തിലായിരിക്കും ഈ കൃത്യം ചെയ്തിട്ടുള്ളത്. ഒന്ന്, അവരുടെ ക്രിമിനൽ വാസന കൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക, അതിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുക, അതുവഴി ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തും പണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. അതൊക്കെ അവരുടെ മാത്രം ആവശ്യത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യം. അല്ലെങ്കിൽ ഒരു സാധ്യത, ഇത് വേറൊരാൾക്ക് വേണ്ടി ചെയ്തു. അവിടെയാണ് ഗൂഢാലോചനയോ മറ്റൊരാള് തിരശ്ശീലയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരാളോ വരുന്നത്. അപ്പം വേറൊരാൾക്ക് വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് ആദ്യം മനസ്സിലാക്കുകയും അത് നീതിപീഠത്തിന് മുമ്പേ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അവരാ ചെയ്തതും ആ കണ്ടെത്തിയ തെളിവുകളും ഇപ്പോഴ് പ്രാബല്യമില്ലാത്തതാണെന്ന് ഒരു കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു. കാരണം 19ഓളം തെളിവുകളാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. അതിൽ കൃത്യം ആസൂത്രണം ചെയ്തത്, ഗൂഢാലോചന നടത്തിയത്, പണം മുടക്കിയതൊക്കെ ആരെന്ന നിഷ്പക്ഷമായ അന്വേഷണമാണെങ്കിൽ അത് ദിലീപ് ആണെങ്കിലും കറക്റ്റ് ദിലീപിന്റെ അടുത്ത് ചെന്നെത്തിയനെ തെളിവ് സഹിതം. ഇവിടെ ദിലീപാണെന്ന മുൻവിധി ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ദിലീപിന്റെ അടുത്ത് ചെന്നപ്പോൾ യഥാർത്ഥ തെളിവുകൾക്ക് പകരം തെളിവുകൾ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയായിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ പോലീസ് ചെയ്യും എന്നുള്ളത് പണ്ടൊരു പോലീസ് മേധാവി ആ മുത്തൂറ്റ് വധക്കേസില് പറഞ്ഞിട്ടുണ്ട്. എസ് ആകൃതിയുടെ കത്തി, അതിൽ വ്യക്തമായി ടിവിയില് ലൈവിൽ വന്ന് അദ്ദേഹം പറഞ്ഞതാണ് പോലീസ് തെളിവുകൾ ഉണ്ടാക്കി സമർപ്പിക്കാറുണ്ട്. അങ്ങനെ തെളിവ് ഉണ്ടാക്കുക ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ പോലീസിന് വീഴ്ച വന്നു. വീഴ്ച വരുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. പക്ഷെ തെറ്റായ രീതിയിൽ അന്വേഷണം നടത്തി തെറ്റായ തെളിവുകളാണ് ഹാജരാക്കിയതെങ്കിൽ അതിജീവിതയോടൊപ്പം എന്ന് പറയുന്നത് പൊള്ളയായ പറച്ചിലാവും. അതിജീവിതയെ ഉപദ്രവിച്ച ആൾക്കാരിൽ ഒരു പ്രധാന കക്ഷി രക്ഷപ്പെട്ടു പോയി. അവിടെ നിഷ്പക്ഷമായി ദിലീപിന്റെ താരജാട പ്രഭാവങ്ങൾ ഒന്നും തന്നെ ബാധിക്കാതെ അയാൾ ഒരു ഗോപാലകൃഷ്ണനായിട്ട് മാത്രം കണ്ടുകൊണ്ട് മറ്റുള്ളവരുമായി അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളോ അതിന്മേൽ അയാളുടെ മേൽക്കുള്ള മറ്റുള്ളവരുടെ പകയോ ഒന്നും ഈ അന്വേഷണ സംഘത്തെ ബാധിക്കാതെ അയാൾ വെറും ഒരു ഗോപാലകൃഷ്ണൻ കുറ്റാരോപിതൻ, അയാൾക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തണം, ബോധ്യപ്പെടുത്തുന്ന വിധം, നീതിപീഠത്തെ ബോധ്യപ്പെടുത്തുന്ന വിധം എന്ന രീതിയിൽ അന്വേഷണം പോയിരുന്നുവെങ്കിൽ കുറെ കൂടെ സമർത്ഥമായി തെളിവുകൾ കണ്ടെത്താനും സമർത്ഥമായി അത് ബോധ്യപ്പെടുത്താനും പ്രോസിക്യൂഷന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒന്നാം റൗണ്ടിൽ പ്രോസിക്യൂഷൻ ഭാഗികമായി പരാജയപ്പെട്ടു. പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിച്ചു. ഗൂഢാലോചനക്കാരനെ ശിക്ഷിക്കാനോ അയാളാണ് ഗൂഢാലോചന ചെയ്തതെന്ന് സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ പഴുതിൽ പ്രബലനായ ഒരു കുറ്റവാളി ആണെങ്കിൽ, ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നീതിപീഠം അല്ല എന്ന് പറയുന്നു, പ്രോസിക്യൂഷൻ ഇപ്പോഴും ആണ്, അതുകൊണ്ട്
ആണെന്ന് പറയും, അതുകൊണ്ട് അപ്പീലിന് പോവുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇപ്പോഴും ദിലീപിന്റെ മേലുള്ള കുറ്റാരോപണം നിൽക്കുന്നു. ആ കുറ്റാരോപണം സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ പ്രോസിക്യൂഷനിലെ ഉദ്യോഗസ്ഥർ പ്രയത്നിക്കുകയും തെളിവുകൾ കണ്ടെത്തി നീതിപീഠത്തിന്റെ മുമ്പേ സമർപ്പിച്ച് നീതിപീഠത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കാൻ പ്രോസിക്യൂഷന് സാധിക്കൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതവസ്ഥയിലും പ്രോസിക്യൂഷൻ നിഷ്പക്ഷമായിരിക്കണം. സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലോ കുറ്റാരോപിതരുടെ വേറെ കേസുകളുടെ ചരിത്രമോ മറ്റുള്ളവർക്ക് അയാളോടുള്ള പകയോ ഒന്നും പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിലോ നിഗമനത്തിലോ സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു പ്രോസിക്യൂഷന് മാത്രമേ ഏതൊരു കേസിന്റെയും സത്യം കണ്ടെത്തി സത്യം സ്ഥാപിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കൂ. നന്ദി, നമസ്തേ.